ഹലോ ഗായ്സ്, SKV ഇൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 2024 അവസാനിക്കാൻ പോകുന്നു. ജസ്റ്റ് 30 ഡേയ്സ്. ഒരു വർഷമൊന്നും പോകും ഒരു ഐഡിയ ഇല്ല, എത്ര പെട്ടെന്നാണ് ഒഴിഞ്ഞു പോയതെന്നുള്ളത്. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയല്ലേ നമുക്ക് എല്ലാവർക്കും. പെട്ടെന്ന് ജനുവരി 1 ന്യൂ ഇയർ നമ്മൾ ആഘോഷിക്കുന്നു, അപ്പോഴേക്കും ക്രിസ്മസ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാണ് അവസ്ഥ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ നമുക്ക് ഈ വർഷം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സിനിമ. 2024 ഒരുപാട് സിനിമ റിലീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ലാലേട്ടൻ്റെതായിട്ട് ഇനി വരാൻ പോകുന്ന സിനിമകളുടെ ഒരു അപ്ഡേറ്റ് ആശീർവാദ് സിനിമാസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസം, ഡിസംബർ മാസം, ബറോസ് ഉൾപ്പെടെ നെക്സ്റ്റ് ഇയറിൽ ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള റിലീസ് ഡേറ്റ് ഉൾപ്പെടെയുള്ള ഒരു വീഡിയോ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ആശീർവാദ് സിനിമാസ് ബറോസ് 25 ഡിസംബർ 2024. തുടരും തരുൺമൂർത്തി പടം 13 Jan. എംപുരാൻ ദ മോസ്റ്റ് വെയിറ്റിംഗ്. ഹൃദയപൂർവ്വം 28 August 25. വൃഷഭ 16 October 25. ആശീർവാദ് സിനിമ. അപ്പോൾ ഇതൊക്കെയാണ് മൂവീസ്. ഫസ്റ്റ് വൺ നമ്മളെല്ലാം ഈ മാസം തന്നെ വെയിറ്റ് ചെയ്യുന്ന ബറോസ് 3D മൂവി. അതിൻ്റെ സിനിമയുടെ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, ഫാൻറ്റസി മൂവിയാണ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമയായിരിക്കും. ട്രെയിലറും നല്ല കിടിലൻ ട്രെയിലറാണ്. അത്യാവശ്യം ഞാൻ 3D നമ്മുടെ കങ്കുവ റിലീസ് സമയത്ത് തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടായിരുന്നു ആ ട്രെയിലർ. അതിനുശേഷം വരുന്നത് തരുൺമൂർത്തി മൂവി തുടരും. തരുൺമൂർത്തി നമുക്കറിയാമല്ലോ, സൗദി വെള്ളയ്ക്ക, ഓപ്പറേഷൻ ജാവയ്ക്ക് തരുൺമൂർത്തി പടം അത്യാവശ്യം നല്ല എക്സ്പെക്ടേഷൻ ഉള്ളൊരു മൂവി തന്നെയാണ്. ശോഭന ഒക്കെ ഉള്ളൊരു പടമായിരിക്കും, നല്ല കിടിലൻ പടമാണ്. ഇപ്പോൾ ഇതിൻ്റെ പോസ്റ്റർ കഴിഞ്ഞ ദിവസം റിലീസ് ആയിട്ടുണ്ടായിരുന്നു, അത് ഞാനിവിടെ വെക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ നമ്മുടെ ഏറ്റവും കൂടുതൽ മലയാളികൾ വെയിറ്റ് ചെയ്യുന്ന മൂവി, ഇപ്പം മോളിവുഡ് ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ഒരു മൂവി, L2 എംപുരാൻ. പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുന്ന മൂവി. അതിന് ഒരുപാട് സ്റ്റാർസ് പറയുന്നുണ്ട്. നമ്മൾ ഒരുപാട് കൊറിയൻ കണക്ഷൻസും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ഉണ്ടായി ഈ ഇടയ്ക്ക്. അപ്പോൾ എന്തായാലും അതിന് ഉത്തരം തരാൻ വേണ്ടിയിട്ട് 27th March 2025 അന്ന് റിലീസാണ്. അതിനുശേഷം സത്യനന്ദിക്കാട് മൂവി ഹൃദയപൂർവ്വം, ആ ഒരു മൂവി ഓഗസ്റ്റ് റിലീസ് വരുന്നുണ്ട്. അതിനുശേഷം വൃഷഭ ആണ് പറഞ്ഞിരിക്കുന്നത്. വൃഷഭ ഒരു തെലുഗു ഒക്കെ ബൈലിംഗ്വൽ മൂവി ആയിട്ടാണ് വരുന്നത്. നന്ദകിഷോർ ഡയറക്റ്റ് ചെയ്യുന്ന പടം. അപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ണപ്പ എന്നൊരു മൂവിയുടെ ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്ഡേറ്റ് ഒന്നും കാണുന്നില്ല. ബട്ട് റിലീസ് എനിക്ക് തോന്നുന്നു അധികം വൈകില്ല, അടുത്ത വർഷം തന്നെ ഉണ്ടാവുന്നതാണ് കേൾക്കുന്നത് ചിലപ്പോൾ അതിൽ. അപ്പോൾ ഇതൊക്കെയാണ് ലാലേട്ടൻ്റെ അപ്കമിങ് മൂവീസ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2025 ലാലേട്ടൻ്റെ ഒരു കിടിലൻ വർഷം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വർഷം എനിക്ക് തോന്നുന്നു തുടങ്ങിയത് വാലിബൻ അത്ര വലിയൊരു സക്സസ് ആയിട്ടുള്ളൊരു സിനിമ ആയിരുന്നില്ല. 2024 വേറെ മൂവിയൊന്നും ഇല്ല. ജനുവരിയിൽ റിലീസായ വാലിബൻ മാത്രമേ ഉള്ളൂ. 5-6 മൂവീസ് റിലീസ് ചെയ്യാനുണ്ട് 2025. എന്തായാലും ലാലേട്ടൻ്റെ ഒരു കിടിലൻ വർഷം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും വെയിറ്റിംഗ് ഫോർ ബറോസ് ഡിസംബർ 25 FTFS കാണാൻ ഞാൻ ഉണ്ടാവും. നിങ്ങളോ?